രാജ്യത്ത് സംഘപരിവാർവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തുടർന്നുള്ള ഈ സംഘപരിവാർവൽക്കരണത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗ സഖാവ് അഫ്സൽ സംസാരിക്കും സഖാവിനെ ക്ഷണിക്കുകയാണ്. ഈ കേരളത്തിലെ പോലീസ് മനസ്സിലാക്കാനുള്ള വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് എസ്എഫ്ഐയുടെ കേന്ദ്ര കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് തൊഴിൽ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു, ഒരു ഭാഗത്ത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ജാതി വിവേചനവും അത്തരത്തിലുള്ള സാമൂഹിക ഒരു ഏജൻസിയായി രാജ്യത്തെ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആ സമരത്തിൽ ഇത്ര ആളുകളെ ഉള്ളൂ. ഈ നിൽക്കുന്ന പോലീസുകാർ കൂട്ടിയാൽ അത്ര പേരെ കൂട്ടാൻ വേണ്ടി കഴിയും. ഞങ്ങൾക്ക് 15 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് ഈ സംസ്ഥാനത്താകമാനം. 15 ലക്ഷം വിദ്യാർത്ഥികളെ അണിനിരത്തി ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പോലീസ് ഫോഴ്സ് ഉണ്ട് ഈ കേരളത്തിൽ? ഞങ്ങൾ ഇങ്ങനെ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഇവിടെ ഇരിക്കാനേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. സംഘപരിവാരത്തിന്റെ RSSന്റെ അച്ചാരം വാങ്ങുന്ന പോലീസുകാർ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഉറങ്ങുന്ന കൂരകളൊന്നും അമ്പിളിമാമൻ നടികത്തല്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. അമ്പിളിമാമൻ നടികത്തല്ല. അവിടെ വരാനും അവിടെ സമരം ചെയ്യണമെങ്കിൽ അവിടെ സമരം ചെയ്യാനും ശേഷിയുള്ള സംഘടനയാണ് SFI. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും മെറിറ്റോറിയസ് ആയ വിഷയത്തെ ഉന്നയിച്ചാണ്, ഉയർത്തിക്കാട്ടിയാണ് SFI സമരം ചെയ്തത്. തലതല്ലി പൊളിച്ചാലും വെടിയുതിർത്ത് ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഈ സമരം ഈ തെരുവിൽ തുടരുക തന്നെ ചെയ്യും. ഈ തീരുമാനം NTA എന്ന് പറയുന്ന കേന്ദ്രത്തിലെ ഈ രാജ്യത്തെ മുഴുവൻ എൻട്രൻസ് എക്സാമുകളും ഒരു കുടക്കീഴിലാക്കി ഈ രാജ്യത്തിന്റെ പഠന സംവിധാനത്തെ ചോദ്യം ചെയ്ത് കോച്ചിംഗ് സെന്ററുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഈ NTA തിരിച്ചുവിടുന്നത് വരെ ഞങ്ങൾ സമരഭൂമിയിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന അഭിവാദികൾ. പാർട്ടി സംഘടിപ്പിക്കണം തീരുമാനിച്ച മാർച്ചിന്റെ ഭാഗമായി സ്ഥാപനത്തിലേക്ക് ഒരു വിദ്യാർത്ഥികളുടെ മാർച്ച് നടത്തുമ്പോൾ ചെറിയ ഒന്നും തള്ളൊക്കെ ഉണ്ടാകും. അതിവിടെ നിൽക്കുന്ന മുതിർന്ന പോലീസ് സേനാമാർക്കും അറിയാം. പക്ഷേ പോലീസ് സേനാമാരെക്കാൾ വലിയ ചില ആളുകൾ ഈ പോലീസ് രാജ്യത്തുള്ളത് കൊണ്ടാണ് തല പൊട്ടി ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറത്ത് ഇന്ന് കുറച്ചു മുമ്പുണ്ടായ അപകടത്തെ ഉൾപ്പെടെ ഉൾക്കൊണ്ട് 3 പേർ മരിച്ചു വീണേ ഉള്ളൂ ഒരു ആക്സിഡന്റിന്റെ ഭാഗമായി. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് ഞാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കരുത് ഇത് തീരുമാനിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായാണ് ഇടപെട്ടത്. തലക്കടിക്കൽ, വിദ്യാർത്ഥികളുടെ തലക്കടിക്കൽ ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ സർക്കാരിന്റെ സമീപനത്തിനപ്പുറത്തേക്ക് ചില പോലീസുകാർ ഇവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരെ ആ നിലക്ക് തന്നെ സംഘടന നേരിടുന്നു മാത്രമേ ഇപ്പോൾ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ. ഇവിടെ SFI എന്തിനാ മാർച്ച് സംഘടിപ്പിക്കുന്നത്? എന്തെങ്കിലും പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ? അല്ല. ഇവിടെ നേരത്തെ SFI ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ, SFI ഈ ആഴ്ചയ്ക്ക് നടന്ന 2ാമത്തെ സമരമാണ്. കഴിഞ്ഞ തവണ സമരം നടത്തുമ്പോൾ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയും അഴിമതിയും കോപ്പിയടിയുമായിരുന്നു വിഷയം. ഒരാഴ്ചക്കിപ്പുറം നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്ന ഡിഗ്രിക്കും PGക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നമായ നെറ്റും JRFും ഉൾപ്പെടെയുള്ള PhD ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആശയം പ്രതീക്ഷയുമായ നെറ്റ് എക്സാമിനെ പോലും സംഘപരിവാരം കൈക്കൂലിക്ക് വേണ്ടി, കോളയ്ക്ക് വേണ്ടി, കോപ്പി അടിക്കാൻ വേണ്ടി, ചോദ്യപേപ്പർ ചോർത്താൻ വേണ്ടി, സൈബർ ക്രൈമിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്നത്. നിവൃത്തിയില്ലാതെ ലക്ഷക്കണക്കിന് 11 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ കൈയും കെട്ടി നോക്കിയിരിക്കണോ? ഞങ്ങളൊക്കെ പഠിക്കുന്നവരാണ്, ഞങ്ങളൊക്കെ ഡിഗ്രി ഉള്ളവരാണ്, ഞങ്ങളൊക്കെ PG പഠിക്കുന്നവരാണ്. നാളെ നെറ്റ് എക്സാം എഴുതി
JRFും ജറ്റും എല്ലാം എടുത്ത് PhDക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളുടെ ഭാവി പ്രതിസന്ധിയിലാകുമ്പോൾ ഞങ്ങൾ കയ്യും കത്തി നോക്കിയിരിക്കില്ല. സംഘപരിവാരം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ വിറ്റുതുളക്കുന്ന കാര്യം ഈ രാജ്യത്ത് ഞങ്ങൾ പ്രചരണം നടത്തും. അതിനെതിരെ കർശനമായ സമരങ്ങൾ ഇനിയുണ്ടാകും. ഇത് ഇന്ന് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ രാത്രി 1 മണിക്ക് തീരുമാനിച്ച സമരം UPSC തൊഴിൽ മേഖലകളിലേക്ക് നിയമനം നൽകാതിരിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഈ പരീക്ഷകൾ ഉൾപ്പെടെ കച്ചവട ചരക്കാക്കി വെക്കുന്ന ഈ പുതിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയത്തിനെതിരെ അതിശക്തമായ സമരവുമായി SFI മുന്നോട്ട് പോകുമെന്നാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിദ്യാർത്ഥിയുടെ അക്കാദമിക സ്വപ്നങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു പരീക്ഷയാണ് ഒറ്റയടിക്ക് ഒരു നിർദ്ദേശത്തോടുകൂടി കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ലോബികളെ, ഇതിന് മുന്നിലുള്ള നിങ്ങൾക്കെതിരെ ഉയരുന്നു, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.